എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ യൂസ്റ്റസ് കിഡ് അവര് കൺട്രോൾ പോയി ആ സ്പെഷ്യൽ ആം അതുപയോഗിച്ച് അപ്പോയുടെ മുഖത്ത് തന്നെ ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ അവന്റെ മുഖം അങ്ങനെ പഞ്ചറായി അടിച്ച് താഴെ വീഴുകയാണ്. ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും അത് കണ്ട് ഷോക്കാവും. ക്വീൻ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവുകയാണ്. അവനാണെങ്കിൽ വീണ്ടും വീണ്ടും ഇപ്പോൾ ആ ഒരു വാർഡനെ ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങും. അവന് താഴേക്ക് ഇറങ്ങി വരണോ, അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പോകണോ എന്നൊന്നും അറിയില്ല. ഇതിനെല്ലാം കാരണക്കാരൻ ആ വാർഡനാണ്. അവൻ എന്നോട് എന്തിന് കള്ളം പറഞ്ഞു? ഇവൻ ഓൾറെഡി ആ ഉഡോണിൽ ലോക്ക് ചെയ്യപ്പെട്ടവനാണ്. ഇവൻ കൈഡോടെ വലിയൊരു ശത്രുവാണ്. ഇവൻ പുറത്തേക്ക് വന്നാൽ അത് വലിയ അപകടമാണെന്നൊക്കെ ചിന്തിച്ച് ക്വീനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയാണ്. യൂസ്റ്റസ് കിഡിന്റെ അറ്റാക്കിൽ ഇവിടെ ഹപ്പോയുടെ മുഖം അതങ്ങനെ സ്റ്റിക്കറായി മാറിയിരിക്കുകയാണ്. ചുറ്റും ഉണ്ടായിരുന്ന സോൾജിയേഴ്സ് എല്ലാം നാനോ പുറത്തേക്ക് ഓടും. യൂസ്റ്റസ് കിഡ് അവൻ പല്ല് കടിച്ച് ഒരുപാട് ദേഷ്യത്തിൽ അവനങ്ങനെ പൊക്കിയെടുക്കുകയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തന്നെ ചീറ്റ് ചെയ്യും. നീ ഞങ്ങളുമായിട്ട് അലയൻസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിന്നെ ഞാൻ സംശയിച്ചതാണ്. പക്ഷെ ഇത്രയും വലിയൊരു ചതി അത് നീ എന്നോട് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. നിനക്ക് എന്നെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാം. ആ കാര്യങ്ങളെല്ലാം നീ കൈഡോയ്ക്ക് പറഞ്ഞു കൊടുത്തല്ലേ ചോദിച്ച് വീണ്ടും വീണ്ടും അവനെ അടിക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് അവൻ്റെ കൈ അങ്ങനെ തട്ടി മാറ്റുകയാണ്. അതെ, ഞാൻ കൈഡോയുമായിട്ട് ഒരു സ്പെഷ്യൽ അലയൻസ് അത് ക്രിയേറ്റ് ചെയ്തെടുത്തു. നിന്നെ ചതിക്കുക എന്നത് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം. നീ ഇതുപോലെ തിരികെ വരുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞ് അവൻ്റെ കൈ നീട്ടി സോറോയുടെ ബോഡിയിൽ എങ്ങനെ സ്ലാഷ് ചെയ്തോ അതുപോലെ തന്നെ അവൻ്റെ സ്വന്തം ബോഡിയിൽ സ്ലാഷ് ചെയ്യാണ്. ആ ഒരു ഒറ്റ സ്ലാഷിൽ ഇപ്പൊ യൂസ്റ്റസ് കിഡിന്റെ ബോഡിയിൽ വലിയൊരു സ്ക്രാച്ച് ക്രിയേറ്റ് ആയി ചോര തെറിച്ച് അവൻ അടിച്ചു വീഴും. സത്യത്തിൽ യൂസ്റ്റസ് കിഡിനും അപ്പോടെ ഇങ്ങനെ ഒരു പവർ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അവനാണെങ്കിൽ വീണ്ടും ഒരുപാട് മെറ്റൽസ് അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും. അത് കണ്ട അപ്പവും അവനാണെങ്കിൽ വീണ വായിക്കും പോലെ അവന്റെ കയ്യിൽ ചെറുതായിട്ട് ഒന്ന് സ്ട്രൈക്ക് ചെയ്യാണ്. ആ ഒരു സ്ട്രൈക്കിൽ ആ ഒരു ചെറിയ ആക്ഷനിൽ യൂസ്റ്റസ് കിഡിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വെപ്പൻസ് അതെല്ലാം തന്നെ ബോംബ് പൊട്ടുപോലെ പൊട്ടിത്തെറിച്ച് നാനാ ഭാഗത്തേക്ക് തെറിക്കും. അപ്പോമിന്റെ പവർ കാണുമ്പോൾ ക്വീനാണെങ്കിൽ അല്പം കോൺഫിഡൻസ് ഒക്കെ തോന്നും. അവന്റെ സോൾജിയേഴ്സിനോട് ലൂഫിയെയും സോറോയെയും അവരെ കൊന്നു തള്ളാനായിട്ട് പറയും. അത് കേൾക്കേണ്ട താമസം അവരെല്ലാവരും ഒരുപാട് പീരങ്കി നമ്മുടെ ആൾക്കാർക്ക് നേരെ പോയിന്റ് ചെയ്യാണ്. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ അവന്റെ പവർ അത് വമ്പ ഫോഴ്സിൽ പുറത്തേക്ക് ഇറക്കി പുറത്തേക്ക് വിട്ട കനോൻ ബോൾസ് അത് ആ വില്ലന്മാരുടെ ദേഹത്തേക്ക് തന്നെ അടിച്ച് അവരെ ഇല്ലാതാക്കുകയാണ്. അപ്പോഴായിരിക്കും വില്ലന്മാരുടെ ടീമിൽ നിന്ന് മറ്റൊരു ഭ്രാന്തൻ ഇപ്പൊ പുറത്തേക്ക് വരിക. അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം അവന്റെ ലക്ഷ്യവും ഫോക്കസും ഒക്കെ തെറ്റി അവന്റെ തന്നെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാണ്. അവരാണെങ്കിൽ അവനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. ആ ഭ്രാന്തം പില്ലറാണെങ്കിൽ ഇപ്പൊ ഒരു വിധത്തില് യൂസ്റ്റസ് കിഡിന് നേരെ ടേൺ ചെയ്യാണ്. അതുകൊണ്ട് ഹപ്പോമാണെങ്കിൽ ജീവനെ കൊണ്ട് ഓടും. ക്വീനാണെങ്കിൽ കോൺഫിഡൻസ് കൂടും. ആ പില്ലറിന് അത്യാവശ്യം നല്ല പവർ ഉണ്ടെന്ന് അവൻ അറിയാം. അതേ സമയത്ത് ഒരു വില്ലനാണെങ്കിൽ യൂസ്റ്റസ് കിഡിനെ ലക്ഷ്യമാക്കി വലിയൊരു ബോംബ് അയക്കും. അത് ആ പില്ലറിന്റെയും യൂസ്റ്റസ് കിഡിന്റെ ഇടയിൽ വന്ന് പൊട്ടിത്തെറിക്കുകയാണ്. അതിന്റെ പവറിൽ രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് വീഴും. യൂസ്റ്റസ് കിഡ് അവൻ ചാടി എഴുന്നേറ്റ് ആ ബോംബ് അയച്ചവന്റെ മുഖത്ത് ആഞ്ഞടിക്കും. അതേസമയം ലൂഫി ചുറ്റും നോക്കും. നമ്മുടെ ആൾക്കാർ പ്ലാനൊക്കെ തെറ്റിച്ച് വെറുതെ അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും അറഞ്ച അടിച്ച് അവരുടെ സ്ട്രെങ്ത് ഡ്രെയിൻ ചെയ്യാണ്. ലൂഫി ആണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾ സ്റ്റോപ്പ് ദ ഫക്ക്. നമ്മളിപ്പോ വെറുതെ ഫൈറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ ലക്ഷ്യം ഇതല്ല എന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരു സെക്കൻഡ് ഞെട്ടും. യൂസ്റ്റസ് കിഡും ലൂഫിയും സോറോയും അവര് 3 പേരും ഞൊട്ടിയിടയിൽ അവരുടെ ഫൈറ്റ് നിർത്തി സെക്കൻഡ് ലെവലിലേക്ക് ഓടുകയാണ്. ആക്ച്വലി അവരിപ്പോ ഫൈറ്റ് ചെയ്തത് എൻട്രൻസ് ലെവലിലാണ്. സെക്കൻഡ് ലെവലിലുള്ള ആൾക്കാർ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഇപ്പോഴും പാർട്ടി ആഘോഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ആശാന്മാർ 3 പേരും പരസ്പരം കുറ്റപ്പെടുത്തും. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. ഞങ്ങൾ കിൻ പറഞ്ഞതനുസരിച്ച് കറക്റ്റ് ആയിട്ടാണ് മുൻപോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പൊരിഞ്ഞ തർക്കം. കില്ലർക്കാണെങ്കിൽ അവരുടെ തർക്കമൊക്കെ കേട്ട് ചത്താ മതിയെന്നാവും. അവനും അവരുടെ പിന്നാലെ പ്രത്യേകിച്ചൊന്നും പറയാതെ ഓടുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ അപ്പോ വില്ലൻ അവൻ നമ്മുടെ ആൾക്കാരെ 3 പേരെയും അവന്റെ പവർ ഉപയോഗിച്ച് ഫോക്കസ് ചെയ്യാണ്. എന്റെ റേഞ്ചിൽ നിന്ന് നിങ്ങൾ 3 പേരും ഇപ്പോഴും രക്ഷപ്പെട്ടു പോയിട്ടില്ല എന്ന് പറഞ്ഞ് അവന്റെ നെഞ്ചിൽ ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ വീണ്ടും നമ്മുടെ ആൾക്കാർ നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് കിട്ടി നാനാഭാഗത്തേക്ക് തെറിച്ച് വീഴും. അതേസമയം കില്ലർ അവൻ കറക്റ്റായിട്ട് അപ്പോവിന്റെ വീക്ക് പോയിന്റ് അത് നോട്ടീസ് ചെയ്യും. എങ്ങനെയാണ് അവൻ ഈ പവർ ഉപയോഗിക്കുന്നതെന്നും കില്ലർ അവൻ മനസ്സിലാക്കിയെടുക്കും. നമ്മുടെ ആശാന്മാർ 3 പേരും പതിയെ എഴുന്നേറ്റ് നിന്ന് ഇപ്പൊ ആ ഹപ്പോവിനെ നോക്കി പല്ലെറുമാണ്. അതിന് കില്ലർ പറയും, നിങ്ങൾ അവനെ ശ്രദ്ധിക്കാനായിട്ട് പാടില്ല, മുൻപോട്ടേക്ക് ഓട്. എന്റെ അറ്റാക്കിന്റെ വീക്ക് പോയിന്റ് അത് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു എന്ന് പറയും. അത് കേട്ട് അവർ 3 പേരും മുൻപോട്ടേക്ക് ഓടുകയാണ്. ഇവിടെ ഹപ്പോമാണെങ്കിൽ വീണ്ടും അവന്റെ മ്യൂസിക് പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുകയാണ്. അത് കാണേണ്ട താമസം കില്ലർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് വിളിച്ചു പറയും, നിങ്ങളുടെ ചെവി അത് വളരെ സ്ട്രോങ് ആയിട്ട് മോടി പിടിക്കുക. ഒരു കാരണവശാലും അവന്റെ മ്യൂസിക് അത് നിങ്ങൾ കേൾക്കാനായിട്ട് പാടില്ല.
അത് പറയേണ്ട താമസം അവർ 3 പേരും സ്ട്രോങ് ആയിട്ട് അങ്ങനെ അവരുടെ കൈകൾ ഉപയോഗിച്ച് ചെവി അങ്ങനെ അടച്ചു പിടിക്കുകയാണ്. അവൻ്റെ സോങ്ങിൻ്റെ വേവ്സ് അത് അവർക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ അതിൻ്റെ ശബ്ദം അവർക്ക് കേൾക്കാനായിട്ട് കഴിയില്ല. അപ്പോമാണെങ്കിൽ മ്യൂസിക് വായിച്ച് വായിച്ച് അവൻ്റെ നെഞ്ചിൽ ആഞ്ഞിടിക്കും. പക്ഷെ ഇത്തവണ അവൻ്റെ മ്യൂസിക് കേൾക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് യാതൊന്നും സംഭവിക്കില്ല. നമ്മുടെ ആൾക്കാർ അവൻ്റെ ട്രിക്ക് അത് തിരിച്ചറിഞ്ഞു എന്ന് അപ്പാവിന് പിടികിട്ടും. ഓ നോ, അവരുടെ വീക്ക് പോയിന്റ് അത് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ നിൽക്കും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവൻ അറ്റാക്ക് നിർത്തിയിട്ടും ചെവിയിൽ നിന്ന് കൈയെടുക്കാതെ മുൻപോട്ടേക്ക് പോവാണ്. കില്ലർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും അവൻ്റെ പവർ അത് അവൻ്റെ മ്യൂസിക്കാണ്, അത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ്റെ ലൂപ്പിൽ പെട്ട് അവൻ്റെ അറ്റാക്കിന് നിങ്ങൾ വിധേയരാവും. കില്ലർ ആ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും യാതൊരു റെസ്പോൺസും ഇല്ല. അവൻ അവരെ നോക്കും. അവരിപ്പോഴും കാത് പൊത്തി പിടിച്ചിട്ടാണുള്ളത്. അവൻ പറഞ്ഞ ഒന്നും തന്നെ അവർ കേട്ടിട്ടില്ല. ഓ നോ, ഇവരിങ്ങനെ ഒരു മണ്ടന്മാരാണല്ലോ എന്ന് പറഞ്ഞ് കില്ലർ തലയ്ക്ക് കൈ കൊടുക്കും. മറ്റൊരു ഭാഗത്ത് ബിഗ് ബോമിന്റെ അലങ്കോല പണികൾ അത് ഇതുവരെയായിട്ട് തീർന്നിട്ടില്ല. അവളുടെ അസിസ്റ്റൻസ് ആണെങ്കിൽ നിർത്താതെ ഓരോരോ ബ്യൂട്ടീഷ്യൻ വർക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അവളുടെ മക്കളും അസിസ്റ്റൻസും എല്ലാം തന്നെ ഈ ഒരു ഐലാൻഡിലേക്ക് വരാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അവർ ഐലാൻഡിലേക്ക് എത്തും. സോ അവരുടെ എല്ലാവരുടെയും അഭിമാനമായ ബിഗ് ബോം അവളെ കാണാൻ അടിപൊളിയായിരിക്കണം. അതുകൊണ്ടാണ് അവൾ ഇത്രയും ടൈം എടുത്ത് ഇത്രയും ആൾക്കാരെ വെച്ച് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ബിഗ് ബോമിന്റെ മക്കളുടെ കപ്പൽ കാണിക്കുകയാണ്. അതാണെങ്കിൽ ഒരു സൈഡ് ചെരിഞ്ഞ് പോർട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഈസ്റ്റ് സൈഡിൽ കിന്നും അവന്റെ ആൾക്കാരും. അവരാണെങ്കിൽ ഓൾമോസ്റ്റ് പകുതി ദൂരം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ തൊട്ടു പിന്നാലെ ഇപ്പൊ ചോപ്പറും അവന്റെ വണ്ടിയായിട്ട് അവിടേക്ക് എത്തും. പിന്നാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും നമ്മൾ ഇതുവരെ സേഫ് ആയിട്ട് ഇവിടെ എത്തി. സോ നമ്മൾ വന്നത് അതാരും തന്നെ അറിഞ്ഞിട്ടില്ല. ഇവിടെ വെച്ച് നമ്മൾ 2 ടീമാവണം. ടീം ഈ സ്കള്ള് വഴി അകത്തേക്ക് പോകണം, മറ്റൊരു ടീം ഇതേ വഴി തന്നെ മുൻപോട്ടേക്ക് പോയി ആ ബാക്ക് ഡോറിൽ എത്തണം. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലവും കറക്റ്റായിട്ട് കവർ ചെയ്യാൻ പറ്റും. അതിനിടയിൽ മൊമൻറ്റോസ്കെ കണ്ടെത്താനും നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ഫാർഗറിലോ അവൻ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് സബ്മറീനിൽ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ജിംബയും റോബിനും അവരാണെങ്കിൽ കുറേ ദൂരം സ്ട്രെയിറ്റ് ആയിട്ട് നടക്കും. പക്ഷെ ഇത് ഒത്തിരി ദൂരം കൂടുതലാണ്. എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് അത് കണ്ടെത്തി അതുവഴി പോകണമെന്ന് പറഞ്ഞ് അവർ ഷോർട്ട് കട്ട് തിരയും. സോ അവരാണെങ്കിൽ ഇപ്പൊ ക്യാസ്റ്റിന്റെ അകത്തോടെ തന്നെ മുൻപോട്ടേക്ക് പോകും. അവരുടെ വേഷമൊക്കെ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അവരെ ശ്രദ്ധിക്കില്ല. അവരുടെ തൊട്ടു പിന്നാലെ ഫ്രാങ്കിയാൻ ടീം അവരുടെ ബൈക്കിൽ മുഴുവൻ സ്പീഡിൽ അവിടേക്ക് എത്തും. ഇവിടെ കിന്നാൻ ടീമാണെങ്കിൽ ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് ട്രാവൽ ചെയ്ത് വരുമ്പോഴായിരിക്കും കുറച്ച് സോൾജിയേഴ്സിനെ കാണുക. നാമയും ക്യാരറ്റും അവർ രണ്ടുപേരും അവരെ 2 പേരെ സെഡ്യൂസ് ചെയ്ത് നൈസായിട്ട് അകത്തേക്ക് കയറിപ്പോവും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഉണ്ടപ്പെണ്ണ് അവളും സോൾജിയേഴ്സിനെ സെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവരാണെങ്കിൽ അവളെ കളിയാക്കും. അതിൽ കൺട്രോൾ പോയ ഉണ്ടപ്പെണ്ണാണെങ്കിൽ അവളുടെ നിഞ്ച സ്റ്റൈൽ പവർ ഉപയോഗിച്ച് അവരെ അട്ടിച്ച് തെറിപ്പിക്കുകയാണ്. കിന്നാണെങ്കിൽ അല്പദൂരം മുൻപോട്ടേക്ക് പോകുമ്പോഴായിരിക്കും അവൻ ആ മാപ്പിൽ കാണാത്ത കുറച്ച് ബിൽഡിങ്സ് ഒക്കെ അവിടെ കാണുക. സത്യത്തിൽ കിന്ന് റെഫറൻസിന് ഉപയോഗിച്ച മാപ്പ് അത് ഒരുപാട് പഴയതാണ്. അതിനുശേഷം വന്ന പുതിയ ചേഞ്ചസ് ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ പേര് വായിച്ചു നോക്കും. അതൊരു പ്ലഷർ ഹോളാണ്. തീർച്ചയായിട്ടും അവിടെ ഒരുപാട് ചുന്തരികൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് സാഞ്ചിയാണെങ്കിൽ അവിടേക്ക് ഓടും. നാമിയാണെങ്കിൽ കിന്നിനോട് പറയും ഞങ്ങൾ ഈ ഒരു ടീമായി മാറി മൊമൻറ്റോസ്കെ അന്വേഷിച്ച് പോവാണ്, എത്രയും വേഗം ഞങ്ങൾക്ക് അവനെ കണ്ടെത്തണം. അതിന് കിന്നാണെങ്കിൽ ഓക്കെ പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ നിരാശനായി തിരികെ എത്തും. കാരണം ആ ഹോളില് ആരുമില്ല. പാർട്ടി നടക്കുന്ന ഭാഗത്ത് ഇൻവേഡേഴ്സ് എത്തിയെന്നറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഗേൾ സോൾജിയേഴ്സും ബോയ് സോൾജിയേഴ്സും എല്ലാവരും ഇപ്പൊ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. കിന്നിനാണെങ്കിൽ അത് കണ്ട് ഡബിൾ ഹാപ്പി. കാരണം അവർക്ക് സേഫായി യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇനി അതിലൂടെ കടന്നു പോകാനായിട്ട് കഴിയും. അതേസമയം ഇവിടെ സോറോയും ലൂഫിയും യൂസ്റ്റസ് കിഡും അവരാണെങ്കിൽ വഴിയിൽ കണ്ട സോൾജേഴ്സിനൊക്കെ ഇട്ടിച്ച് തെറിപ്പിച്ച് മുൻപോട്ടേക്ക് ഓടും. അപ്പോമാണെങ്കിൽ ഇപ്പൊ കില്ലറിനെ നോക്കി കളിയാക്കും. അവന് ആ ഡിഫക്റ്റീവ് ഡെവൽ ഫ്രൂട്ടിന്റെ പവറാണ്. അതുകൊണ്ട് തന്നെ അവൻ പൊട്ടനെ പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അത് കേട്ട് ബാക്കിയുള്ളവരെല്ലാവരും അവനെ കളിയാക്കി ചിരിക്കുകയാണ്. യൂസ്റ്റസ് കിഡിനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോയി അവിടെയുള്ളവരെ എല്ലാവരും അടിച്ച് തെറിപ്പിക്കും. അതേസമയം കില്ലർ ആ ഒരു ഡെവൽ ഫ്രൂട്ട് അത് കഴിച്ച രംഗം അത് ആലോചിക്കുകയാണ്. ആക്ച്വലി അവനെ ഒച്ചിയുടെയും കൈഡോടെ ആൾക്കാർ പിടിച്ചുകൊണ്ട് വന്ന് ഒരു സെല്ലിൽ ഒരുപാട് ദിവസം ഭക്ഷണം കൊടുക്കാതെ പൂട്ടിയിട്ടു. അതിനുശേഷം ഒറോച്ചി അവനെ നൈസായിട്ട് പറ്റിച്ച് ആ ഡെവൽ ഫ്രൂട്ട് അതവന് കഴിക്കാനായിട്ട് കൊടുത്തു. അതിലെ ഡിഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ അവനത് കഴിച്ച് ഇങ്ങനെയായി തീർന്നു. ഇതാ പ്രസന്റ് കാണിക്കും. ഇവിടെ യൂസ്റ്റസ് കിഡാണെങ്കിൽ കില്ലറിനോട് പറയും നിന്നെ കളിയാക്കുന്ന ഒരാളെ പോലും വെറുതെ വിടാൻ പാടില്ല. മറ്റൊരു ഭാഗത്ത് കൈഡോടെ അസിസ്റ്റൻസ് അവർക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര കൺഫ്യൂഷൻ. കൈഡോടെ മകനെ അവനെ കണ്ടെത്തണോ അതോ ലൂഫിയെയും സോറോയും പിടിക്കണോ എന്ന്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.